ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ചക്കിടാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മുടെ ടെറസിലുള്ള ചെടികൾക്കൊക്കെ ഒന്ന് കുറച്ച് വളം ചെയ്ത് കൊടുക്കുക. കുറേ മഴ ആയാലും പിന്നെ വളം ചെയ്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ മഴ കുറവുള്ള സമയത്ത് ചെറുതായിട്ടൊന്ന് വളം ചെയ്ത് കൊടുക്കാൻ വെച്ചാൽ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഒരു 4 മാസം മുമ്പ് വാങ്ങിയ ചെടികൾ, അത് 2-3 ചെടികൾ 4 മാസമായി. ഇത് നമ്മുടെ തായ്ലൻഡ് റെഡ് ചാമ്പാണ്. ഇത് നല്ല വളർച്ച ഉണ്ട്. ഇത് കശുമാവിൻ്റെ തൈ, ഇത് കുടംപുളീൻ്റെ തൈയാണ്. ഒക്കെ വണ്ടിയും തൈയാണ്. ഇതൊക്കെ ഞാൻ ആനക്കയം ഫാമിൽ നിന്ന് വാങ്ങിയാണ്. ഇതിന് 60 രൂപ അതിൻ്റെ തൈക്ക് വില. ഏകദേശം 4 മാസമായി. 60 രൂപ തോല് വാങ്ങിയ തൈകളാണ്. 4 മാസമായപ്പോൾ എത്രയൊക്കെ വളർച്ച വന്നു. അത് ചെറിയ തൈകളായിരുന്നു വാങ്ങിയപ്പോൾ. ഇപ്പോൾ ഇത്രയേ വളർന്നു. ചാമ്പ നല്ല വളർച്ചയാണ്. വന്ന് കുറച്ച് വളങ്ങളൊക്കെ ഇങ്ങനെ എല്ലാത്തിനും കുറച്ച് ചാണകപ്പൊടി മിക്സ് ചെയ്ത്, ചാണകപ്പൊടി കോഴിവളം കൂടി മിക്സ് ചെയ്ത് എല്ലാത്തിനും കൊടുക്കാൻ വിചാരിച്ചത്. അപ്പോൾ അന്നത്തെ പരിപാടിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. പിലാത്തൈ വാങ്ങിയതായിരുന്നു. അത് വിയറ്റ്നാം മേർലിയാണ്. അപ്പോൾ ഇത് വാങ്ങിയിട്ട് ഇപ്പോൾ 6 മാസം കഴിഞ്ഞു. ഇത് മണ്ണിലേക്ക് മാറ്റിയിട്ടില്ല. ഒന്നുകൂടി ഉഷാറായിട്ട് മണ്ണിലേക്ക് മാറ്റാൻ വെച്ചാൽ. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് വളം ഇട്ടുകൊടുക്കും. ചെറുതായിട്ട് കുറച്ച് കോഴിവളം, ചാണകപ്പൊടിയെല്ലാം കൂടി മിക്സ് ചെയ്ത് കുറച്ച് വളം ഇട്ട് കൊടുക്കുക. കുറച്ച് മണ്ണും പിന്നെ മുളക് ഇട്ട് കൊടുക്കുക. പിന്നെ ചെറുതായിട്ടൊന്ന് വളം കൊടുക്കാൻ ഒന്ന് ഇളക്കി കൊടുക്കണം. ചെറുങ്ങനെ വളം കൊടുക്കുമ്പോൾ ചെറുങ്ങനെ മണ്ണൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ കുറേശ്ശെ വളം ഇങ്ങനെ ചുറ്റുഭാഗം ഇട്ട് കൊടുക്കുക. കുറേശ്ശെ വളം ഇട്ട് കൊടുത്തായി. ഇപ്പോൾ കോഴിവളം കുറേ വാരി വെച്ചിങ്ങനെ ചാക്കിലാക്കി വെച്ചപ്പോൾ ഏകദേശം 2 മാസമൊക്കെ കഴിഞ്ഞ് കോഴിവളമാണ്. അതിൻ്റെ ആ ചൂടൊക്കെ പോയി നല്ല കൂളായ കോഴിവളവും അതിൽ കുറച്ച് ചാണകപ്പൊടിയും മിക്സ് ചെയ്താണ്. ഇതിൻ്റെ മുകളൊക്കെ ആയിട്ട് കുറേശ്ശെ മണ്ണിട്ട് കൊടുക്കണം. ആ വളത്തിൻ്റെ മുകളൊക്കെ ആയിട്ട് ഇത്ര മതി. ലൈമൺ ഒടിച്ചത്തിൻ്റെ മരമാണ്. ഇങ്ങനെ കായ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാനൊക്കെ കട്ട് ചെയ്ത് ഞാൻ ഒഴിവാക്കിയതാണ്. അപ്പം മയത്ത് പിന്നെ കവറൊക്കെ മാറ്റാനായിരിക്കും. ഇപ്പോൾ ഇതിൽ തന്നെ കിടക്കട്ടെ. ഈ മഴ ഏകദേശം കഴിഞ്ഞിട്ട് മാറ്റാൻ വരും. മയത്താണ് മാറ്റേണ്ടി ചെയ്തേക്ക് ലാസ്റ്റ്. അപ്പോൾ അതിനൊരു കുറേശ്ശെ വളപ്പം കൊടുക്കാം. ഇപ്പോൾ മഴ ലേശം കുറഞ്ഞ സമയം കൊണ്ടിപ്പോൾ കുറേശ്ശെ ചെയ്താണ്. അപ്പോൾ ഇത് ഒരു ചെറുനാരങ്ങൻ്റെ തൈയാണ്. ഇങ്ങനെ നല്ലോണം കായ് ഉണ്ടായിരുന്നു. ഇപ്പോൾ കായൊക്കെ കഴിഞ്ഞു. ഇത് ഞാൻ കുരുമുളപ്പിച്ച് ഉണ്ടാക്കിയ ഏകദേശം അതൊരു 2 കൊല്ലം ആയിട്ടേ ഉള്ളൂ. പെട്ടെന്ന് കായ് ഉണ്ടാക്കി. 1.5 വർഷം കഴിയുമ്പോൾ തന്നെ അതിമേൽ പൂക്കളിട്ട് കായ് തുടങ്ങി.
ഈ പ്രാവശ്യം ഒരു 10-20 കായ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഉണ്ടായപ്പോൾ 2-3 കായ്. ഈ പ്രാവശ്യം ഒരു 10-20 കായ് ഉണ്ടായിരുന്നു. അപ്പോൾ പഴുത്തിപ്പോൾ ലാസ്റ്റ് ഒരു കായ് ഉണ്ടായിരുന്നു. അത് ഇന്ന് നമ്മൾ പറിച്ച്. അപ്പോൾ ഇതിനിപ്പോൾ ഏതായാലും മഴ കുറവുള്ള സമയത്ത് കുറച്ച് വളം കൊടുക്കുക. ഇപ്പോൾ ഒരു 2 മാസം പോരായി ഇപ്പോൾ വളമൊക്കെ കൊടുത്തിട്ട്. ഇതൊക്കെ കവറ് മാറ്റണം. കവറൊക്കെ മാറ്റി കൊടുക്കണം. ഇതൊരു പിടുത്തക്കാലിൻ്റെ തൈയാണ്. അതും കുരു മുളപ്പിച്ചുണ്ടാക്കിയതാണ്. ഏകദേശം അത് 1 വർഷമൊക്കെ ആയിരിക്കും. കായൊന്നും ഇതുവരെ പിടിച്ചിട്ടൊന്നുമില്ല. കായ് പിടിക്കുമെന്നൊക്കെ വിചാരിക്കുന്നു. ഇതുവരെ പിടിച്ചിട്ടൊന്നുമില്ല. പിടുത്തക്കാലിൻ്റെ കുരു മുളപ്പിച്ചുണ്ടാക്കിയ കട്ട് ചെയ്താണ്. ഇപ്പോൾ രണ്ടാമത് ചെറുതാക്കിയതാണ്. വലിയൊരു മരം, വലിയ കുറേ ഐറ്റം പോയി കട്ട് ചെയ്ത് ചെറുതാക്കിയ ചട്ടിയിലാണല്ലോ. അപ്പോൾ അതിനനുസരിച്ചുള്ള കാറ്റ് പിടിക്കും. ഓവർ വല്ലാൽ ഇതിപ്പോൾ ഒരു സീഡ്ലെസ് ലെമൻ്റെ ഒരു തൈയാണ്. ഇതിപ്പോൾ വെച്ചിട്ട് ഏകദേശം 6 മാസമായി. ഒരു പൂവൊക്കെ ഇട്ടീന്, അതൊക്കെ കൊഴിഞ്ഞു പോയിന്നോ. അപ്പോൾ ഇത് പെട്ടെന്ന് കായ് പിടിക്കുന്നതാണ്. അത് പെട്ടെന്ന് വേര് പിടിക്കുന്നത്. ഇതിന് കൊമ്പ് കട്ട് ചെയ്തിട്ട് നമ്മൾ കവറിൽ കുത്തി കൊടുത്താൽ ഏകദേശം 2 മാസം കൊണ്ട് തന്നെ നല്ല വേര് പിടിക്കും. പെട്ടെന്ന് വേര് പിടിക്കുന്ന സാധനം. ഒരു നാരങ്ങ, ലെമൺ ഐറ്റംസൊക്കെ പെട്ടെന്ന് വേര് പിടിക്കും. ഞാനിപ്പോൾ കുറേ നാരങ്ങ ഈ നമ്മളിത് കായ ഉണ്ടാകുന്ന മദർ പ്ലാന്റിൽ നിന്ന് കുറേ ഇങ്ങനെ കട്ട് ചെയ്ത് വേര് പിടിപ്പിച്ചെടുക്കും. കട്ട് ചെയ്ത് ഒഴിവാക്കുമ്പോൾ അതൊരു കവറിലൊക്കെ അവിടെ കുത്തിവെക്കും. അപ്പോൾ അതൊരു വേര് പിടിച്ച് വരുമ്പോൾ പിന്നെ ഒരു വലിയൊരു പാത്രത്തേക്ക് മാറ്റും. അത് തന്നെ പരിപാടി. വീണ്ടും കാണാം.